The next award is for Best Comedian Malayalam. And the award for the Best Comedian Malayalam goes to Arju Varghese for 2 countries. നമസ്കാരം. ഈ അവാർഡ് റിസീവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത് തന്ന വ്യക്തി ഞാനല്ല ഇന്നത്തെ മലയാളം സിനിമയിലെ യങ്സ്റ്റേഴ്സ് ഒരുപാട് ആരാധിക്കുന്ന പ്രകാശ് രാജ് സാറിനോടും കയ്യിൽ റിസീവ് ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ഇരുവർ എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഒരു 50 പ്രാവശ്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സാറിന് മലയാളം മനസ്സിലാവും ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ സിംഗപ്പൂരിൽ ആദ്യമായിട്ടാണ് ഏതൊരു അവാർഡും ഇൻസ്പിറേഷനിലാണ്, നമ്മൾ എൻകറേജ് ചെയ്യുന്നതാണ്. എൻ്റെ അവാർഡ് കാറ്റഗറിയോടൊപ്പം മറ്റ് നോമിനേഷൻസ് വന്ന എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. അവർക്കെല്ലാവർക്കും സ്റ്റാർട്ടിങ് വിത്ത് സൗബിൻ, വിനയ് ഫോർട്ട്, നീരജ് മാധവ്, ധ്യാൻ ശ്രീനിവാസൻ, ഈ 4 പേരും എൻ്റെ ബ്രദേഴ്സിനെ പോലെ തന്നെയാണ്. ഈ 4 പേർക്കൊപ്പം ഞാനിത് ഷെയർ ചെയ്യുന്നു. താങ്ക് യു സർ. സോ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. നെക്സ്റ്റ് കാറ്റഗറി ഓഫ് അവാർഡ്സിലേക്ക് പോകേണ്ട ടൈമാണ്. ദിസ് ഇസ് സൈമ 2019. Absolutely. Moving to the next set of categories, this is Unibic Best Actor in a Supporting Role. Unibic Cookies Best Actor in a Supporting Role Male Malayalam goes to Roshan Matthew for Kude. മൂവിങ് മൂവി. ശരിക്കും പറഞ്ഞാൽ അത് കണ്ടിട്ട് റോഷന്റെ ക്യാരക്ടർ കണ്ടിട്ട് ഐ ഫെൽറ്റ് റിയലി ഹാപ്പി. യുനോ ഒരു ഭയങ്കര ഒരു കണക്ഷൻ. നസ്രിയയുടെ ആ ഒരു സീനും ലാസ്റ്റ് ക്ലൈമാക്സിൽ ഐ ഡോണ്ട് വാണ്ട്, ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണാം. ബിക്കോസ് ഈ സിനിമ ചെയ്തിട്ട് റോഷന് ബെസ്റ്റ് ആക്ടർ ഇൻ എ സപ്പോർട്ടിംഗ് റോൾ ലഭിച്ചിരിക്കുകയാണ്. സോ ഹൗ ഡു യു ഫീൽ റോഷൻ? ലൈഫിൽ ആദ്യത്തെ അവാർഡാണ്, അപ്പോൾ ഒരുപാട് സന്തോഷം. ഒരുപാട് നന്ദി എല്ലാവർക്കും. സൈമയ്ക്ക് ഈ വലിയ കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് എന്നെ ഇവിടെ ക്ഷണിച്ചതിനും ഇതിനും എല്ലാ മലയാളികൾക്കും കൂടെ എന്ന സിനിമ കണ്ടതിനും സപ്പോർട്ട് ചെയ്തതിനും നമസ്കാരം. എല്ലാവർക്കും വണക്കം. സിനിമയിലൊക്കെ വരുന്നതിന് ഒരുപാട് മുമ്പേ ആഗ്രഹിച്ചതായിരുന്നു ചില ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റണമെന്ന്. സിനിമയിൽ വരുമോ ഇല്ലയോ എന്ന് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അഞ്ജലി മേനൻ അതിലുണ്ടായിരുന്ന ഒരു പേരാണ്. അപ്പോൾ അഞ്ജലി മേനൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. കൃഷ്ണൻ എന്നുള്ള കഥാപാത്രം എനിക്ക് തന്നതിൽ ഒരുപാട് നന്ദി. ഓൾമോസ്റ്റ് ഇല്ലാതായിപ്പോയൊരു അവസരത്തിനെ ഓടിച്ചിട്ട് പിടിക്കണം എന്ന് പറഞ്ഞു തന്ന ഗണേഷ് രാജിന് ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കൽ, ക്രിക്കറ്റ് കളി, അതിൻ്റെയൊക്കെ ഒപ്പം തന്നെ അത്രയും ഇമ്പോർട്ടൻസ് സിനിമയ്ക്ക് കൊടുത്ത എൻ്റെ അപ്പനും അമ്മയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ കൂടെ തന്നെ ഈ കാറ്റഗറിയിൽ നോമിനേറ്റ് ആയിരുന്ന ശ്രീ KTC അബ്ദുള്ള മാഷിന് ഈ അവാർഡ് സമർപ്പിക്കുന്നു. താങ്ക് യു റോഷൻ. ആൻഡ് വൺസ് അഗൈൻ ഐ ഹാവ് ടു കൺഗ്രാറ്റുലേറ്റ് യു. ഒരു കാര്യം കൂടി ഉണ്ട്. എന്താന്ന് വെച്ചാല് റോഷൻ ഇപ്പൊ മലയാളത്തിൽ നിന്ന് നേരെ ബോളിവുഡിലേക്ക് പോയിരിക്കുകയാണ്. അനുരാഗ് കശ്യപ് മൂവി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. വളരെ അപ്രതീക്ഷിതമായിട്ട് വന്നൊരു സാധനം വളരെ പെട്ടെന്ന് തന്നെ സംഭവിച്ചു. അത് കിട്ടിയത് വലിയ ഭാഗ്യം. When can we expect to see that movie? Watch that. March next year. So definitely 2020 is going to be your year, man. So all the very best and congratulations.